സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും വടകര കുഞ്ഞിപ്പള്ളിയിൽ അടച്ചിട്ട കടമുറിയിൽ തലയോട്ടി. ദേശീയപാത നിർമ്മാണത്തിനായി കെട്ടിടം പൊളിച്ചു മാറ്റുമ്പോഴാണ് തൊഴിലാളികൾ തലയോട്ടി കണ്ടെത്തിയത്. 6 മാസത്തിലേറെ പഴക്കമുള്ള ശരീരാവശിഷ്ടമാണെന്നാണ് കരുതുന്നത്. ഈ കട 1 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്നില്ല. ഷട്ടർ അടച്ച നിലയിലായിരുന്നു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ് പറയുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അനീഷ്, ഇത് ആരുടെ ശരീരാവശിഷ്ടമാണ് എന്ന് സംബന്ധിച്ചുള്ള എന്തെങ്കിലും സൂചനയുണ്ടോ? ഈ കഴിഞ്ഞ 1 വർഷത്തിലേറെയായി കട തുറന്നു പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നു. അത് ഇത്തരമൊരു മരണം നടന്ന ശേഷം പൂർണ്ണമായും അടയ്ക്കുകയായിരുന്നോ? ഇതൊരു കൊലപാതക സാധ്യതയാണോ, അതോ ആത്മഹത്യയെക്കുറിച്ചാണോ പോലീസ് പരിശോധിക്കുന്നത്? ടോമോ, കൊലപാതകത്തിനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. പക്ഷേ ഇത് ആരാണ്, ഏത് തരത്തിലാണ്, എങ്ങനെ ഈ കടമുറിക്കുള്ളിൽ വന്നു എന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായ വിവരമില്ല. ഈ സാമൂഹ്യ വിരുദ്ധ ശക്തികളും പ്രത്യേകിച്ചും മയക്കുമരുന്നും മദ്യപിക്കാനും ഒക്കെ ആളുകൾ ഈ കടമുറി ഏറ്റെടുത്ത ശേഷം, അതായത് ദേശീയപാത വികസനത്തിനായി ഈ കടമുറി ഒഴിപ്പിച്ചതാണ്ട് 1 വർഷത്തോളമായി വെറുതെ കിടക്കുകയാണ്. അതുകൊണ്ട് അത്തരം ആളുകൾ സ്ഥിരമായി തമ്പടിക്കുന്ന ഒരു സ്ഥലമാണ് ഇതെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടിട്ടതാണോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചു വരികയാണ്. സമീപ പ്രദേശങ്ങളിൽ നിന്നും അടുത്ത ഇടയായി കാണാതായ ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കും. എന്തായാലും സ്വാഭാവിക മരണമാണോ അല്ലെങ്കിൽ ഇത് കൊലപാതകമാണോ എന്ന് കണ്ടെത്തുന്നതിനായി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള ശാസ്ത്രീയ പരിശോധനകൾ വേണ്ടിവരും എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരടക്കമുള്ളവരും സ്ഥലത്തെത്തി വിശദമായ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി വഴിയരികെ പൊളിച്ചപ്പോഴാണ്, ഈ കെട്ടിടം പൊളിച്ചു നീക്കിയപ്പോഴാണ് ഇത്തരം ഒരു തലയോട് ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് വളരെ വിശദമായി നടത്തിയ സമീപ പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ആണ് ശരീരത്തിന്റെ മറ്റ് അവശിഷ്ടങ്ങളും കണ്ടെടുക്കുകയും ചെയ്തിരിക്കുന്നു. 6 മാസത്തിനേറെ പഴക്കം, അതായത് 6 മാസത്തിനടുത്ത് പഴക്കം മാത്രമാണ് ഈ തലയോട്ടിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ദേശീയപാത വികസനത്തിനായി സ്ഥലം ഏറ്റെടുത്ത ശേഷമാവും ഇത്തരം ഒരു സംഭവം നടന്നതെന്ന ഒരു വിലയിരുത്തലാണുള്ളത്. ഈ ദൃശ്യ മോഡൽ കൊലപാതകം എന്നൊക്കെ പറയാമെങ്കിലും അത്തരത്തിൽ കുഴിച്ചു മൂടപ്പെട്ടതാണോ അല്ലെങ്കിൽ ഈ കെട്ടിടം പണി നടന്നതിന് ശേഷം അങ്ങനെയുള്ള ഒരു നിഗമനത്തിലേക്കൊന്നും എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. വലിയ കാലപ്പഴക്കം ഈ തലയോട്ടിക്കില്ല എന്ന് തന്നെയാണ് അങ്ങനെ ഒരു നിഗമനത്തിലെത്താൻ കാരണം. എന്തായാലും വിശദമായ പരിശോധനകൾ ഇക്കാര്യത്തിൽ വേണ്ടിവരും. ഡോഗ് സ്ക്വാഡും ഫോറൻസിക്കും സ്ഥലത്ത് വന്ന് പരിശോധന. ഈ സമീപ നാളുകളിൽ, അതായത് കഴിഞ്ഞ 1 വർഷ കാലയളവിനുള്ളിൽ ഈ കോഴിക്കോട് ഈ വടകര കുഞ്ഞിപ്പള്ളി പ്രദേശത്തുനിന്നും ആരെങ്കിലും കാണാതായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ടുകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? ഏതെങ്കിലും മിസ്സിംഗ് കേസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഈ സമീപ നാളുകളിൽ? അങ്ങനെ കൃത്യമായി കാണാതായവരുടെ പട്ടിക ഇനിയും ലഭ്യമല്ല. നമുക്കറിയാം, സ്വാഭാവികമായി തന്നെ ഈ വടകര പോലീസ് സ്റ്റേഷൻ പരിധിയിലും സമീപത്തുള്ള പോലീസ് സ്റ്റേഷനുകളിലും ഒക്കെ കാണാതായ ആളുകളുണ്ട്. അത് ആരെയൊക്കെയാണ് കാണാതായിരിക്കുന്നത്? ഈ കാണാതായവരിൽ ആരെയൊക്കെ പിന്നീട് തിരികെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു, അല്ലെ ഈ കാണാതായ ആളുകളിൽ എത്ര പേർ മരണപ്പെട്ടതായി വിവരം ലഭിച്ചു എന്നിവ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ പരിശോധിക്കേണ്ടി വരും. ഈ മൃതദേഹത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടി വരും. ഈ എത്ര വയസ്സോടിനോട് അടുത്ത് പ്രായമുള്ള ആളാണ്, സ്ത്രീയാണോ പുരുഷനാണോ, ഇത്തരം കുറച്ചധികം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞ ശേഷമാവും അത്തരം കൂടുതൽ സാങ്കേതികതയിലേക്ക് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുക എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും പ്രാഥമികമായി ഒരു തലയോട്ട് ലഭിച്ചിരിക്കുന്നു, ഒപ്പം ശരീരഭാഗങ്ങളും ലഭിച്ചിരിക്കുന്നു. 1 വർഷത്തിലധികമായി ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ദേശീയപാത വികസനത്തിന് വേണ്ടി മാറ്റിയിട്ടിരുന്ന സ്ഥലത്ത് നിന്നാണ് ഈ തലയോട്ട് ലഭിച്ചിരിക്കുന്നത്. ശാസ്ത്രീയമായ പരിശോധനകൾ പുരോഗമിക്കുന്നു. ഫോറൻസിക് വിദഗ്ധരും മറ്റ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. വടകര കുഞ്ഞിപ്പള്ളിയിലാണ് അടച്ചിട്ട കടമുറിയിൽ ശരീരാവശിഷ്ടങ്ങൾ, തലയോട്ടിയും കണ്ടെത്തിയത്. സംഭവത്തിൽ ദുരൂഹത പോലീസ് സംശയിക്കുന്നുണ്ട്. കൊലപാതക സാധ്യതയിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.